അല്പസമയത്തിനെ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ റെയിൽവേയുടെ പദ്ധതികളുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. റോഡ് ഷോ കഴിഞ്ഞ റെയിൽവേ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ കണ്ട മൈതാനത്തേക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. ഈ പൊതുസമ്മേളനത്തിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് വൻ ജനാവലിയാണ് ഇവിടെയുള്ളത്. എല്ലാ പ്രവർത്തകരും തിരുവനന്തപുരം ജില്ല മാത്രമല്ല എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രശാന്ത് ശിവ ചേരുകയാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വരവിലൊരു ഒരു ആവേശമൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചടക്കിയ ഒരു ആവേശമൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിലെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർക്കും വലിയ രീതിയിലുള്ള ആവേശം ഉളവാക്കുന്നതാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം നഗരസഭയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തുകയാണെങ്കിൽ 45 ദിവസത്തിനകം ഭാരത പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. 5 വർഷം ഞങ്ങൾ എന്തൊക്കെയാണ് നടപ്പിൽ വരുത്താൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയായി ഈ കേരളം ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വലിയ വികസന മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. അത് പ്രധാനമന്ത്രിയിലൂടെ ഈ തിരുവനന്തപുരത്ത് ഇന്ന് അത് സാധ്യമാവാൻ പോവുകയാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ വലിയ രീതിയിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ചയാവാനായി പോവുകയാണ്. നമുക്കാവശ്യം സുരക്ഷിതമായ വികസിത കേരളമാണ് ആവശ്യം. ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി വികസനത്തിന്റെ സന്ദേശവുമായി പ്രധാനമന്ത്രി ഇന്ന് എന്തൊക്കെയാണോ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനായി പോകുന്നത്, അദ്ദേഹത്തിന്റെ സന്ദേശം എന്താണ്, അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ഇടയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി മുഴുവൻ പ്രവർത്തകരും സജീവമായിട്ടുണ്ടാകും. 2020 കടന്നു ഒരു വലിയ രീതിയിലൊരു ആവേശം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. അല്ല, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് കേരളത്തിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കൾ ഇന്ന് വിദ്യാഭ്യാസത്തിനുമായിട്ടും തൊഴിലിനുമായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ വളരെ ഒരു അതിശയകരമായ വസ്തുത എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്കിറങ്ങുകയാണ്. വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്കിറങ്ങുകയാണ്. പ്രവർത്തകർക്കെല്ലാം വലിയൊരു ആവേശമായി കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു, തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. ചരിത്ര വിജയം സമ്മാനിച്ച തലസ്ഥാനത്ത് ജനങ്ങൾക്ക് നന്ദി പറയാനായി, വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വച്ച ബി ജെ പിക്ക് വലിയ വിജയം നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്ദി പറയാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. റോഡ് മാർഗം അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് പോകും. ആയുർവേദ ജംഗ്ഷനിൽ നിന്ന് റോഡ് ഷോയായിരിക്കും പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് പോവുക. വലിയ രീതിയിലുള്ള ആവേശമാണ് ജനങ്ങൾക്കുള്ളത്. റോഡിന് ഇരുവശങ്ങളുമായി നേരത്തെ തന്നെ അവർ കാത്തു നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാനായി അദ്ദേഹം തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പുത്തരിക്കണ്ടം മൈതാനി ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം നീങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.